പ്രധാനമന്ത്രിക്ക് എന്താണ് ഗോൾഡിനോട് ഇത്ര കലിപ്പ്? നിങ്ങളുടെ വീട്ടിൽ ഒരു വർഷം 800 തേങ്ങ വേണം എന്ന് കരുതുക. പക്ഷെ നിങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് ആകെ 2 തേങ്ങ മാത്രം. ബാക്കി 798 തേങ്ങ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ തേങ്ങ വീട്ടിലേക്ക് വരും, പകരം നിങ്ങളുടെ പണം പുറത്തേക്ക് പോകും. ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയും ഇതുപോലെയാണ്. ഇന്ത്യക്ക് ഒരു വർഷം വേണ്ടത് ഏകദേശം 800 ടൺ സ്വർണ്ണമാണ്. പക്ഷെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതോ വെറും 2 ടൺ സ്വർണം മാത്രം. എക്സ്ട്രാ ഗോൾഡ് പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് ഡോളേഴ്സ് വേണം. ഇന്ത്യയുടെ കൈവശമുള്ള ഡോളർ ശേഖരമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ശേഖരം ഉപയോഗിച്ചാണ് ഇന്ത്യ പുറത്തുനിന്ന് ഗോൾഡ്, ഓയിൽ, ഗ്യാസ്, ഇലക്ട്രോണിക്സ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത്. ഗോൾഡ് ഓർണമെന്റ് വാങ്ങുമ്പോൾ നമ്മൾ രൂപയിലാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ പോലും അത് ഇമ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡോളർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡബിൾ പ്രഷറിലാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് കാരണം ഓയിൽ പ്രൈസ് ബാരലിന് 70 രൂപയിൽ നിന്ന് 126 രൂപയിലേക്ക് ചാടി. ഇന്ത്യ കൺസ്യൂം ചെയ്യുന്ന 85% ക്രൂഡ് ഓയിലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. തന്നെ ഓയിലിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഡോളേഴ്സ് കുത്തനെ കൂടി. 2, ഇന്ത്യയിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ട് ഗോൾഡ് ആണ്. 2024 ഇന്ത്യ 4 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണമാണ് ഇറക്കുമതി ചെയ്തത്. ഡോളറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയും. ഓയിലിന്റെയും ഡീസലിന്റെയും ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഓരോ സാധനങ്ങളുടെയും വില കുത്തനെ കൂടും. ഓയിലില്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, രാജ്യം നിന്നുപോകും. പക്ഷേ ഗോൾഡ് തൽക്കാലത്തേക്ക് നിർത്താം, ജീവിതം നിന്നുപോകില്ല.